തേങ്ങ വിലയിൽ വിപണിയിൽ വൻ ഇടിവ്. രണ്ടാഴ്ച മുൻപ് വരെ കിലോയ്ക്ക് 37 രൂപയുണ്ടായിരുന്ന പച്ചത്തേങ്ങയ്ക്ക് ഇപ്പോൾ 27 രൂപയാണ്. വില കുറയുന്നത് നാളികേര കർഷകരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. വിവരങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ് കോഴിക്കോട് നിന്നും. ആനന്ദ്, ഗുഡ് മോർണിംഗ്. എല്ലാ കർഷകരും പ്രതിസന്ധിയിലാണ്. നാളികേര കർഷകരും വിലയിടിവിൽ നട്ടം തിരിയുകയാണല്ലേ? തീർച്ചയായും കെ.പി, ഈ മഴ ശക്തമായതോടുകൂടി തന്നെ ഈ നാളികേരത്തിന്റെ ഈ വിലയിൽ കാര്യമായിട്ടുള്ള ഇടിവാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ 10 രൂപയോളം വില ഒരു കിലോയിൽ മാത്രം കുറയുന്ന ഒരു സാഹചര്യം. ഇനി പച്ചത്തേങ്ങ പൊതിച്ച് വിപണിയിലെത്തിക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് 7 രൂപ മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. നമുക്കറിയാം, ഒരു തെങ്ങ് കയറുന്നതിന് പലയിടങ്ങളിലും 40 മുതൽ 50 രൂപ വരെയാണ് കൂലി. ഇനി ആ ഒരു നാളികേരം പൊതിക്കണമെങ്കിൽ 1 രൂപ പിന്നെയും കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ഈ വില കൂടിയിരുന്ന സമയത്ത് ഒരു നാളികേരത്തിന്, അതായത് ഒരു പച്ച നാളികേരത്തിന് 10 രൂപ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പോൾ അത് കുറഞ്ഞ് 7 രൂപയായി. അതായത് 30% കുറവാണ് അത്തരത്തിൽ ഒരു നാളികേരത്തിൽ മാത്രം വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കർഷകരെ കാര്യമായിട്ടുള്ള ഒരു ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഈ തമിഴ്നാടാണ് ഈ പച്ച തേങ്ങയുടെ പ്രധാനപ്പെട്ട ഒരു സംഭരണ കേന്ദ്രം, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ മഴ ശക്തമായതോടുകൂടി തന്നെ ഈ പച്ചത്തേങ്ങയുടെ ഡിമാൻഡ് തമിഴ്നാട്ടിൽ കുറഞ്ഞിരിക്കുന്നത് കാര്യമായി തന്നെ കർഷകരെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കയറ്റുമതി നടക്കാത്ത ഒരു സാഹചര്യം ഇപ്പോൾ സംജാതമായിരിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. മാത്രമല്ല, ഈ കൃഷി വകുപ്പ് മുഖേന ഇത്തരത്തിൽ പച്ചത്തേങ്ങ സംഭരിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത്തരത്തിൽ പച്ചത്തേങ്ങ കൃഷി വകുപ്പും ഏറ്റെടുക്കാത്ത ഒരു സാഹചര്യമുള്ളത് കർഷകരുടെ പ്രതിസന്ധി രൂക്ഷമാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. മാത്രമല്ല, ഈ വിത്ത് തേങ്ങ സംഭരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കാര്യക്ഷമമല്ല ഈ വിത്ത് തേങ്ങ സംഭരണം. കർഷക വകുപ്പ് നേതൃത്വത്തിൽ നിന്നുള്ള ഒരു പരാതി മാസങ്ങളായി തന്നെ കർഷകരുടെ ഭാഗത്തു നിന്ന് ഉന്നയിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ സംഭരിച്ച ഇത്തരത്തിലുള്ള വിത്ത് തേങ്ങകളാവട്ടെ പണം കർഷകർക്ക് നൽകാത്ത ഒരു സാഹചര്യമുണ്ട്. ഏകദേശം 3 കോടിയോളം രൂപയാണ് അത്തരത്തിൽ ഈ സംസ്ഥാനത്തൊട്ടാകെ അത്തരത്തിൽ വിത്ത് തേങ്ങ സംഭരണവുമായി കർഷകർക്ക് കൃഷി വകുപ്പ് നൽകാനുള്ളതെന്നാണ് ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ അത്തരത്തിൽ പുറത്തു വരുന്നത്. മാത്രമല്ല, ഈ വിത്ത് തേങ്ങ സംഭരിച്ച ഈ കൃഷി വകുപ്പ് പണം കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഈ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ ലോൺ എടുത്ത കർഷകർ തീർച്ചയായും ദുരിതത്തിലാവുന്ന ഒരു അവസ്ഥയുണ്ട്. മാത്രമല്ല, ഈ സമയമാണ് ഈ തെങ്ങിന് വളമിടലും തെങ്ങിന്റെ പരിപാലനത്തിന്റെ ഒരു സമയം എന്ന് പറയുന്നത്, കാലാവസ്ഥ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ സമയത്ത് ഇത്തരത്തിൽ പൈസ ലഭിക്കാതിരിക്കുകയും അതുപോലെ തന്നെ ഈ നാളികേരത്തിന് വില കുറയുന്നതും കർഷകരെ തെങ്ങ് പരിപാലനത്തിന് കൂടി നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. മാത്രമല്ല, ഈ വില കുറയുന്നത് കൊണ്ട് തന്നെ പലരും തെങ്ങിൽ നിന്ന് ഈ തേങ്ങ പറിച്ചിടാത്ത ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ കെ.പി. ആനന്ദ്, അവിടെ മഴ മാറി നിൽക്കുന്നൊരു സാഹചര്യമാണെന്ന് തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും കെ.പി, കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ 2 ദിവസമായി കാര്യമായിട്ട് മഴ ഇല്ല. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു ആശ്വാസം വരുന്നുണ്ട്. അത്തരത്തിൽ മറ്റ് അതുമായി ബന്ധപ്പെട്ട ദുരന്തങ്ങളൊന്നും ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആനന്ദ്, ഞാനിത് ചോദിക്കാൻ കാരണം ഈ മഴ, ഇപ്പോൾ ആനന്ദ് പറഞ്ഞു, ഈ നാളികേര കർഷകരെ സംബന്ധിച്ചിടത്തോളം ഈ മഴ കനത്ത ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ വില കുറയുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. ഇത് കഴിഞ്ഞ ദിവസം ആനന്ദ് പറഞ്ഞതുപോലെ തന്നെയാണ്. ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം പല കാർഷിക വൃത്തിയും ഈ കനത്ത മഴ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ടല്ലേ? അത് വാഴക്കൃഷിയായി കഴിഞ്ഞാലും നെൽകൃഷിയായി കഴിഞ്ഞാലും മറ്റ് പല രീതിയിലുള്ള പച്ചക്കറി കൃഷികൾ ആയിക്കഴിഞ്ഞാലും പല കോഴിക്കോട് ജില്ലയിലെ ഉള്ളിയേരി, ബാലുശ്ശേരി തുടങ്ങിയ മേഖലകളിൽ ഇത്തരത്തിലുള്ള ഈ കൃഷി വ്യാപകമാണ്. അത്തരത്തിൽ വ്യാപകമായ കൃഷിനാശം ഉണ്ടാകുന്നു. മഴ മാറി നിൽക്കുന്ന ഏതെങ്കിലും തരത്തിൽ അവർക്ക് ആശ്വാസമാകുന്നുണ്ടോ ഈ നാളികേര കർഷകർക്കുൾപ്പെടെ? കെ.പി, കഴിഞ്ഞ ഈ മഴ ശക്തമായത് കൊണ്ട് തന്നെ ഏകദേശം 300 കോടിയിലധികം രൂപയുടെ കൃഷിയാണ് കോഴിക്കോട് ജില്ലയിൽ മാത്രം നഷ്ടപ്പെട്ടു എന്നാണ് ഔദ്യോഗികമായിട്ടുള്ള ഒരു കണക്കുകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതലും ഇത്തരത്തിൽ നഷ്ടപ്പെട്ടത് വാഴ കർഷകർക്ക് തന്നെയാണ്. നെൽ കർഷകർക്കും വാഴ കർഷകർക്കും മറ്റ് അതുമായി ബന്ധപ്പെട്ട കൃഷിനാശവും കാര്യമായി തന്നെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാര്യമായിട്ടുള്ള ഭൂരിഭാഗം കൃഷികളെല്ലാം ഈ ഒരു മഴയിൽ നശിച്ച ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഇനി അവശേഷിക്കുന്നത് വളരെ കുറച്ച് മാത്രമാണ്. അത് ഏതെങ്കിലും തരത്തിൽ വിപണിയിൽ എത്തിച്ചുകൊണ്ട് അതിൻ്റെ പൈസയെങ്കിലും വാങ്ങിയെടുക്കുക എന്നുള്ള ഒരു നെട്ടോട്ടത്തിലാണ് കോഴിക്കോട് ജില്ലയിലെ കർഷകർ പൊതുവെ. എന്തായാലും മഴ കാര്യമായി തന്നെ കൃഷിയെ, പ്രത്യേകിച്ച് ജില്ലയിലെ കൃഷിയെ കാര്യമായി, അത് വാഴ കൃഷിയാവട്ടെ മറ്റ് ഓരോ വിളകളാവട്ടെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുള്ള ഒരു അവസ്ഥയാണുള്ളത് കെ.പി. ഈ മഴ ആനന്ദ് പറഞ്ഞതുപോലെ തന്നെ തൽക്കാലം മാറി നിൽക്കുന്നുണ്ടെങ്കിലും വരും മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകും എന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചനം. പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലടക്കം തകർത്ത് പെയ്യും മഴ എന്ന ഒരു മുന്നറിയിപ്പാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കർഷകരെ സംബന്ധിച്ചിടത്തോളം സ്വാഭാവികമായും ആശങ്ക ഒഴിയുന്നില്ല അല്ലേ? തീർച്ചയായും കെ.പി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കനത്ത മഴ വന്നതോടുകൂടി തന്നെ പല വിളകൾക്കും മാർക്കറ്റിൽ വിലയിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. ഈ
കൃഷി കാര്യമായിട്ട് തന്നെ നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ കൃഷി തുടങ്ങിയത്, അത് പ്രത്യേകിച്ച് വിത്തിട്ട കൃഷികളെല്ലാം ഈ മഴയത്ത് ഒലിച്ചു പോകുന്ന ഒരു ഗതികേടുണ്ടാവുന്നു. കുലച്ച വാഴകൾ, കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകളെല്ലാം ശക്തമായ മഴയിലും കാറ്റിലും വിട്ട് നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഹെക്ടർ കണക്കിന് കൃഷിയിടങ്ങൾ ഈ തലത്തിൽ മുങ്ങിപ്പോകുന്ന ഒരു അവസ്ഥയുണ്ടാകുന്നു. എന്തായാലും കഴിഞ്ഞ 3 ദിവസമായിട്ട് മഴ ജില്ലയിൽ കാര്യമായി ബാധിച്ചിട്ടില്ലെങ്കിലും ഒരു ഭൂരിഭാഗം കൃഷിയും ഇത്തരത്തിൽ കഴിഞ്ഞ ഒരാഴ്ചയായി തുടർച്ചയായി പെയ്ത മഴയിൽ നശിച്ച ഒരവസ്ഥയുണ്ട്. കർഷകരുടെ ജീവിതം ഏതൊരു കാലഘട്ടത്തിലും ദുരിതം തന്നെയാണ്. നമുക്കറിയാം, നേരത്തെ ഈ വേനലുമായി സംബന്ധിച്ചാണെങ്കിൽ അത്തരത്തിൽ വെള്ളം ലഭിക്കാതെ കരിഞ്ഞുണങ്ങുന്ന അവസ്ഥ, ഹെക്ടർ കണക്കിന് വാഴ കൃഷി ജില്ലയിൽ നശിക്കുന്ന ഒരവസ്ഥ, ഇപ്പോൾ മഴ പെയ്തപ്പോൾ മഴയിൽ മുങ്ങി പോകുന്ന ഒരവസ്ഥ. കർഷകന്റെ ദുരിതങ്ങൾക്ക് ഒരു അറുതിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കാൻ KP ഇതിൽ നിന്ന്. യെസ്, അത് തന്നെയാണ്. കർഷകരെ സംബന്ധിച്ചിടത്തോളം മഴയായാലും വെയിലായാലും ഈ സർക്കാരിൻ്റെ കാലത്ത് യാതൊരു തരത്തിലുള്ള പ്രതിസന്ധിക്ക് അയവ് വരുന്നില്ല. കാരണം നമ്മുടെ കൃഷി വകുപ്പായാലും മറ്റ് സർക്കാർ സംവിധാനങ്ങളായാലും കർഷകരെ പൂർണ്ണമായും കൈയൊഴിഞ്ഞ ഒരവസ്ഥയിലാണ്. അതാണ് നാളികേര കർഷകരായാലും പച്ചക്കറി കർഷകരായാലും നെൽകർഷകരായാലും ഏത് തരത്തിലുള്ള ഈ കൃഷി ചെയ്ത് ഉപജീവന മാർഗം തേടുന്നവരെ സംബന്ധിച്ചിടത്തോളം മറ്റു മാർഗങ്ങൾ തേടേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ എത്തി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. ആനന്ദ് പുതൂരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്.